യു ആർ വാച്ചിങ് ഫിസിയോ ക്യാപ്സ്യൂൾ. ഞാൻ ഹുസ്ന, ഫിസിയോതെറാപ്പിസ്റ്റാണ്. ഒരുപാട് കോമൺ ആയതുകൊണ്ട് ഒരു അസുഖമായി പരിഗണിക്കാത്ത കുറേ വേദനകളെ നമുക്കറിയാം. കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. ഒരാൾ പറയാണ്, രാവിലെ തൊട്ട് തുടങ്ങിയതാണ് കഴുത്ത് വേദന, തല അനക്കാൻ വയ്യ, തലവേദന, പ്രത്യേകിച്ച് തലയുടെ പുറകിൽ. ഈ പരാതികൾ കേൾക്കുന്ന ആൾക്ക് അത് അത്ര കാര്യമായിട്ട് തോന്നില്ല. പക്ഷേ വേദനയുടെ ഇൻറ്റൻസിറ്റി ഒന്നുകിൽ അതുപോലെ തുടരുന്നത് കൊണ്ട് അല്ലെങ്കിൽ കൂടി വരുന്നത് കൊണ്ട് പേഷ്യൻ്റ് നന്നായിട്ട് സഫർ ചെയ്യുന്നുണ്ടാവും. എത്രത്തോളം എന്ന് വെച്ചാൽ നമ്മുടെ ഡെയിലി ലൈഫ് ആക്ടിവിറ്റീസിനെ പലപ്പോഴും അത് ബാധിക്കും. ഇപ്പോൾ പറഞ്ഞ വേദനകളുടെ ഒറിജിൻ അപ്പർ ബാക്കിലെ ട്രപ്പീസിയസ് മസിലിൽ നിന്നാണ് എന്നതാണ് ഈ ടോപ്പിക്കിനെ ഇൻട്രസ്റ്റിംഗ് ആക്കുന്നത്. ഇവിടെ സംഭവിച്ചത് ട്രപ്പീസിയസ് മസിലിൽ ഒരു ബാൻഡ് മാത്രം ടൈറ്റ് ആവുകയും അതിൽ തന്നെ ഒരു യൂണിറ്റ് സ്റ്റിഫായി ഒരു നൊഡ്യൂള് പോലെ ആവുകയും ചെയ്തതാണ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ മസിലിൽ കെട്ട് വീണതുപോലെ. ഇതിനെയാണ് ട്രിഗർ പോയിന്റ് എന്ന് പറയുന്നത്. ചിലപ്പോൾ ഒരു ട്രിഗർ പോയിന്റ് മാത്രമായിരിക്കും വന്നിട്ടുണ്ടാവുക, മറ്റു ചിലപ്പോൾ ഒരു ഗ്രൂപ്പ് പോലെ ഫോം ചെയ്തിട്ടുണ്ടാവും. എല്ലാ ട്രിഗർ പോയിന്റും പെയിൻഫുൾ ആയിരിക്കില്ല കേട്ടോ. ട്രിഗർ പോയിന്റിന്റെ പെയിൻ പാറ്റേൺ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അത് ഫോം ചെയ്ത എക്സാക്ട് പോയിന്റിൽ പെയിൻ ഉണ്ടാവും. അവിടെ പ്രസ് ചെയ്താൽ പേഷ്യൻ്റ് പറഞ്ഞ മിക്കവാറും എല്ലാ പെയിനും റീപ്രൊഡ്യൂസ് ചെയ്യപ്പെടും. ചിലപ്പോൾ പേഷ്യൻ്റ് ജംപ് സൈൻ കാണിക്കും. എന്ന് വെച്ചാൽ ആ പോയിന്റിലേക്ക് കൊടുത്ത പ്രഷറിന് മിസ്പ്രപ്പോർഷണലായിട്ട് പെയിൻ റീപ്രൊഡ്യൂസ് ചെയ്ത് പേഷ്യൻ്റ് വേദന കൊണ്ട് പുളയും. പിന്നെ മുമ്പ് പറഞ്ഞതുപോലെ ഈ പോയിന്റായിട്ട് ബന്ധമില്ലാതെ വേറൊരു ഏരിയയിലാവും വേദന ഉണ്ടാകുന്നത്. ഇതിന് റെഫേർഡ് പെയിൻ എന്ന് പറയും. റെഫേർഡ് പെയിനിന് ഡെർമറ്റോമായോ മയോട്ടോമായോ നെർവ് റൂട്ട്സോ ആയോ ഒരു കണക്ഷൻ ഉണ്ടാവില്ല. അത് കൃത്യമായ മാപ്പ് ഓഫ് പെയിൻ ഫോളോ ചെയ്തിട്ടാണ് കാണാറ് എന്നതാണ് ഇൻട്രസ്റ്റിംഗ് പാർട്ട്. ട്രിഗർ പോയിന്റ് ഫോം ചെയ്യുന്ന മസിലും പോയിന്റും ഒക്കെ അനുസരിച്ച് സ്വാഭാവികമായും വേദനയുടെ പാറ്റേണും ലൊക്കേഷനും മാറും. അതുകൊണ്ട് തന്നെ മറ്റു പല അസുഖങ്ങളായിട്ട് മിസ്ഡയഗ്നോസ് ചെയ്യപ്പെടാൻ സാധ്യത കൂടുതലാണ്. ഇവിടെയാണ് ഈ ടോപ്പിക്കിൻ്റെ ഏറ്റവും വലിയ ഡ്രോബാക്ക് ഉള്ളത്. ഇതിനെ റിലേറ്റ് ചെയ്ത് സ്റ്റഡീസ് ഒരുപാട് നടക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴും ഡയഗ്നോസിസിന് വേണ്ടി ഒരു ടൂളൊന്നും ഡെവലപ്പ് ചെയ്തിട്ടില്ല എന്നതാണ് വാസ്തവം. എക്സ്പെർട്ടായൊരു തെറാപ്പിസ്റ്റിനോ ഫിസിഷ്യനോ പാൽപേഷനിലൂടെയും മറ്റ് സൈൻസ് ആൻഡ് സിംറ്റംസ് ചെക്ക് ചെയ്തുകൊണ്ട് മാത്രമേ ട്രിഗർ പോയിന്റ്സിനെ ഡയഗ്നോസ് ചെയ്യാൻ കഴിയുള്ളൂ. എന്നിരുന്നാലും മിക്കവാറും എല്ലാ കേസുകളിലും തന്നെ പൂർണ്ണമായി ഇവ ട്രീറ്റ് ചെയ്ത് മാറ്റാൻ കഴിയും. ട്രിഗർ പോയിന്റ് ഡെവലപ്പ് ചെയ്യാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. മസിൽ ഓവർലോഡ്, മസിൽ ഓവർ യൂസ്, ബാഡ് പോസ്ചർ, ഹോമിയോസ്റ്റാറ്റിക് ഇംബാലൻസസ്, ഡയറക്റ്റ് ട്രോമ, കൊളിഷൻ ട്രോമ, ഏജിംഗ്, സ്ലീപ്പ് ഡിസ്റ്റർബൻസസ്, വൈറ്റമിൻ ഡെഫിഷ്യൻസീസ്, സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽസ്, മെൻ്റൽ സ്ട്രെസ്, അങ്ങനെയൊക്കെ. ഒരു മസിലിൽ ട്രിഗർ പോയിന്റ് ഫോം ചെയ്താൽ നേരത്തെ പറഞ്ഞ ടൈറ്റൻഡ് ബാൻഡ് കാരണം ആ മസിലിൻ്റെ ടെൻഡനും ലിഗമെൻസിനും ഒരു പുള്ളു വരും. ഇത് കാരണമായിട്ട് ജോയിൻറ്റിൻ്റെ ഉള്ളിൽ വേദന വരും. അതായത് ഇവിടെ ജോയിൻറ്റ് പെയിൻ ഉള്ളത് ജോയിൻറ്റിൻ്റെ പ്രോബ്ലം കൊണ്ടല്ല, മറിച്ച് മസിലിൽ വന്ന ട്രിഗർ പോയിന്റിൻ്റെ ഇമ്പാക്റ്റ് ആയിട്ടാണ്. ട്രിഗർ പോയിന്റിനെ കുറിച്ച് നടത്തിയ ഒരുപാട് സ്റ്റഡീസിനെ എല്ലാം ചേർത്ത് വെച്ചൊരു ഇൻ്റഗ്രേറ്റഡ് ഹൈപ്പോത്തസിസ് തിയറി ഉണ്ട്. അതിൽ പറയുന്നത് അസറ്റൈൽ കൊളൈൻ ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് കൊണ്ട് മസിൽ ഫൈബറിൽ സസ്റ്റൈൻഡ് ഡീപോളറൈസേഷൻ ഉണ്ടാവുകയും അതിൻ്റെ ഫലമായിട്ട് ട്രിഗർ പോയിന്റ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുകയുമാണ് എന്നതാണ്. ട്രിഗർ പോയിന്റിൻ്റെ ബയോകെമിക്കൽ കമ്പോസിഷൻ ചെക്ക് ചെയ്ത് നോക്കിയാൽ അതിൽ അസറ്റൈൽ കൊളൈൻ, നോറഡ്രിനാലിൻ, സെറട്ടോണിൻ ഇതൊക്കെ കൂടിയ അളവിൽ കാണാൻ കഴിയും. അതുപോലെ pH കുറവായിട്ട് കാണാം. ട്രിഗർ പോയിന്റ് ഫോം ചെയ്ത സ്ഥലത്തെ ബ്ലഡ് സപ്ലൈ കുറയും. കാരണം ട്രിഗർ പോയിന്റ് അവിടെയുള്ള ബ്ലഡ് വെസൽസിൽ ഒരു കംപ്രഷൻ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓക്സിജൻ സപ്ലൈയും കുറയും. ഓക്സിജൻ കുറയുന്നതിൻ്റെ ഫലമായി അവിടെ ചില സെൻസിറ്റൈസിങ് സബ്സ്റ്റൻസസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. ഈ സബ്സ്റ്റൻസസ് ആണ് അവിടെയുള്ള നോസിസെപ്റ്റേഴ്സിനെ, അതായത് പെയിൻ റിസെപ്റ്റേഴ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. ഇതാണ് ലോക്കൽ പെയിനിന് കാരണം. ഈ ട്രിഗർ പോയിന്റ് ഫോം ചെയ്ത മസിലിൻ്റെ അസോസിയേറ്റഡ് സ്ട്രക്ചേഴ്സിൻ്റെ പെയിനും വീക്ക്നെസ്സുമാണ് റെഫേർഡ് പെയിനിന് പിന്നിലെ കാരണം. അതിന് കൃത്യമായിട്ട് മാപ്പ് ഓഫ് പെയിൻ ഉണ്ടെന്ന് ഞാൻ മുമ്പ് പറഞ്ഞല്ലോ. ചിലപ്പോഴൊക്കെ ഈ പാറ്റേൺ ഓവർലാപ്പ് ചെയ്യും. ഇത്രയുമാണ് ഇൻ്റഗ്രേറ്റഡ് ഹൈപ്പോത്തസിസ് തിയറി പറയുന്നത്. ഇനി നമുക്ക് ഈ ടോപ്പിക്കിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് പോകാം. ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെൻറ്റ്. ഡയഗ്നോസിസിന് പ്രത്യേകമായ ടൂൾസ് ഒന്നും ഡെവലപ്പ് ചെയ്തിട്ടില്ല എന്ന് ഞാൻ മുമ്പ് പറഞ്ഞു. പിന്നെ എങ്ങനെയാണ്? ട്രിഗർ പോയിന്റിൻ്റെ പെയിൻ പാറ്റേൺ നോക്കിയും
മാനുവൽ പാൽപേഷനിലൂടെയുമാണ് ട്രിഗർ പോയിന്റ് ഡയഗ്നോസ് ചെയ്യുന്നത്. പാൽപേറ്റ് ചെയ്യുമ്പോൾ ടൈറ്റ് ബാൻഡും ഹാർഡ് നോഡ്യൂളും കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. ഒരു മുത്തുപോലെ ഫീൽ ചെയ്യുന്ന ഹാർഡ് നോഡ്യൂളാണ് നമ്മുടെ ട്രിഗർ പോയിന്റ്. ഇനി ജം സൈൻ ഉണ്ടോ എന്ന് നോക്കണം. അവിടെ ചെറിയൊരു പ്രഷർ അപ്ലൈ ചെയ്യുക. അപ്പോൾ പെയിൻ റീപ്രൊഡ്യൂസ് ചെയ്യുകയും മുമ്പ് പറഞ്ഞതുപോലെ പേഷ്യൻ്റ് വിൻസ് ചെയ്യുകയോ കരയുകയോ ജമ്പ് ചെയ്യുകയോ ഒക്കെ ആയിട്ട് ചെയ്യുന്നത് കാണാൻ കഴിയും. അടുത്തത് ട്വിസ്റ്റ് റെസ്പോൺസ് ഉണ്ടോ എന്ന് നോക്കണം. ടൈറ്റായ ബാൻഡിൻ്റെ പെർപെൻഡിക്കുലറായിട്ട് ഫിംഗർ മൂവ് ചെയ്യിക്കുക. അപ്പോൾ ഓൾ ഓർ നത്തിങ് റെസ്പോൺസ് ആക്ടിവേറ്റ് ചെയ്തിട്ട് മസിൽ മുഴുവനായിട്ട് കോൺട്രാക്ട് ചെയ്യുന്നതായിട്ട് കാണാം. അതുപോലെ പെയിൻ കാരണം മൂവ്മെൻറ്റ് റെസ്ട്രിക്ഷൻസും ഉണ്ടായിട്ടുണ്ടാവും. ലാസ്റ്റ് പാർട്ട് ഇതിൻ്റെ ട്രീറ്റ്മെൻ്റ് ആണ്. ഒരു കുഞ്ഞു സ്വിച്ച് ഓഫ് ചെയ്യുന്നത് പോലെ ഒരു മെത്തേഡ് ഉണ്ടായിരുന്നെങ്കിൽ എത്ര നല്ലതായിരിക്കും അല്ലേ? അങ്ങനെ അല്ലെങ്കിലും 2-3 ഡേയ്സ് കൊണ്ട് ട്രിഗർ പോയിന്റ് റിലീവ് ചെയ്യാൻ പറ്റും. പല വിധത്തിൽ ഇതിനെ അപ്രോച്ച് ചെയ്യാം. നിങ്ങളൊരു മെഡിക്കൽ പ്രാക്ടീഷണറിൻ്റെ അടുത്ത് പോവുകയാണെങ്കിൽ അവരാദ്യം ഇത് മൈൽഡ് ഫോമാണോ എന്ന് നോക്കും. അങ്ങനെ ആണെങ്കിൽ ആസ്പിരിൻ പോലുള്ള NSAIDs തരും. കുറച്ച് ക്രോണിക് ആണെങ്കിൽ കൊഡീൻ പോലുള്ള സ്ട്രോങ് പെയിൻ കില്ലേഴ്സ് ഷോർട്ട് കോഴ്സിന് പ്രിസ്ക്രൈബ് ചെയ്യും. അതുമല്ലെങ്കിൽ പേഷ്യൻറ്റിനനുസരിച്ച് മസിൽ റിലാക്സൻറ്റോ ആൻറ്റി ആങ്സൈറ്റി ഡ്രഗ്സോ ആൻറ്റി ഡിപ്രസൻസോ പ്രിസ്ക്രൈബ് ചെയ്യും. വേറൊരു മെത്തേഡാണ് ട്രിഗർ പോയിന്റ് ഇഞ്ചക്ഷൻ. എക്സാക്റ്റ് ട്രിഗർ പോയിന്റിലാണ് ഇഞ്ചക്ഷൻ എടുക്കുക. ഇഞ്ചക്ഷനിൽ ലോക്കൽ അനസ്തെറ്റിക് അല്ലെങ്കിൽ സലൈനാണ് ഉണ്ടാവുക. ചിലപ്പോൾ കോർട്ടിക്കോസ്റ്റെറോയിഡ്സും യൂസ് ചെയ്യാറുണ്ട്. ഇനി ഡ്രഗ് അലർജിയൊക്കെ ഉള്ള പേഷ്യൻസിലാണെങ്കിൽ മെഡിസിൻ ഒഴിവാക്കി ഡ്രൈ നീഡ്ലിംഗ് കൊടുക്കാറുണ്ട്. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് ഫിസിയോതെറാപ്പി മാനേജ്മെൻറ്റ്. ട്രിഗർ പോയിന്റ് റിലീസാണ് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള സൊല്യൂഷൻ. ട്രിഗർ പോയിന്റിൽ പ്രഷർ കൊടുത്തുകൊണ്ട് മസിൽ ഫൈബറിൻ്റെ ഡയറക്ഷനിൽ സ്ട്രോക്ക് ചെയ്യുന്നതാണ് രീതി. റിതമിക്കലി സെയിം ഡയറക്ഷനിൽ സ്ട്രോക്ക് ചെയ്യൽ ഇമ്പോർട്ടൻ്റ് ആണ്. 10 to 30 സെക്കൻഡ് നേരത്തേക്കാണ് പ്രഷർ കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞ് ആ മസിലിനെ റിലാക്സ് ചെയ്യാൻ വിടണം. കൊടുക്കുന്ന പ്രഷർ തീരെ കുറഞ്ഞു പോകാൻ പാടില്ല. അപ്പോൾ അത് ട്രിഗർ പോയിന്റിലേക്ക് എത്തില്ല. സ്കിന്നിലേക്ക് മാത്രമേ പ്രഷർ എത്തുള്ളൂ. പ്രഷർ കൂടി പോകാനും പാടില്ല. കൂടിപ്പോയാൽ ബ്ലഡ് സർക്കുലേഷൻ സ്റ്റോപ്പ് ആവുകയും ചിലപ്പോൾ വേറെ ട്രിഗർ പോയിന്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യാം. അതുകൊണ്ട് മോഡറേറ്റ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കണം. അതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ട്രിഗർ പോയിന്റ് റിലീസിന് ശ്രമിച്ചാലും അത് വിപരീത ഫലമേ ചെയ്യുള്ളൂ. കൂടുതൽ ട്രിഗർ പോയിന്റ് ഫോം ചെയ്യാൻ അത് കാരണമാകും. സോ ഓരോ തവണ ട്രിഗർ പോയിന്റ് റിലീസ് ചെയ്തിട്ട് മസിൽ റിലാക്സ് ചെയ്യൽ ഇമ്പോർട്ടൻ്റ് ആണ്. കഴിയുമെങ്കിൽ ട്രീറ്റ്മെൻറ്റിന് ശേഷം ഹോട്ട് ബാത്തൊക്കെ എടുത്ത് നന്നായിട്ട് ഉറങ്ങാനായിട്ട് പേഷ്യൻറ്റിനോട് സജസ്റ്റ് ചെയ്യാം. ട്രിഗർ പോയിന്റിലേക്ക് ബ്ലഡ് സപ്ലൈ കൂട്ടിക്കൊണ്ട് അവിടെ ഫോം ചെയ്യുന്ന സെൻസിറ്റൈസിങ് മെറ്റീരിയൽസിനെ റിമൂവ് ചെയ്തുകൊണ്ടും ട്രിഗർ പോയിന്റിനെ മാനേജ് ചെയ്യാൻ കഴിയും. അതാണ് അൾട്രാസൗണ്ട്, ഹോട്ട് ആൻഡ് കോൾഡ് പാക്ക് ആപ്ലിക്കേഷൻ, ഡയാതേർമി, അയണോഫോറസിസ് ഇവയൊക്കെ ചെയ്യുന്നത്. ട്രിഗർ പോയിന്റ് റിലീസിന് തെറാപ്പിസ്റ്റ് യൂസ് ചെയ്യുന്ന വേറെ കുറച്ച് മെത്തേഡ്സ് കൂടിയുണ്ട്. ചില പ്രൊപ്രിയോസെപ്റ്റീവ് ന്യൂറോമസ്കുലർ ടെക്നിക്സ് യൂസ് ചെയ്തുകൊണ്ട് ട്രിഗർ പോയിന്റ് റിലീസ് ചെയ്യാൻ കഴിയും. റെസിപ്രോക്കൽ ഇൻഹിബിഷൻ, പോസ്റ്റ് ഐസോമെട്രിക് റിലാക്സേഷൻ, ഹോൾഡ് റിലാക്സ്, കോൺട്രാക്ട് റിലാക്സ് ഇവയൊക്കെ എഫക്റ്റീവാണ്. ടാപ്പിങ്ങും പാസീവ് സ്ട്രെച്ചും ഇതിനോടുകൂടി യൂസ് ചെയ്യാറുണ്ട്. ട്രിഗർ പോയിന്റ് വീണ്ടും വരാതിരിക്കാൻ കോസ് ഐഡൻറ്റിഫൈ ചെയ്ത് അതിനെ ഒഴിവാക്കാനോ അല്ലെങ്കിൽ കുറയ്ക്കാനോ ശ്രമിക്കുക. അതുകൊണ്ട് എവറിഡേ ഫാക്ടേഴ്സും പോസ്ചറും ലൈഫ് സ്റ്റൈലും ഒക്കെ കൺസിഡർ ചെയ്യുക. സ്ട്രെങ്തനിങ് അല്ലെങ്കിൽ കറക്ഷനൊക്കെ ആവശ്യമാണെങ്കിൽ ഐസോമെട്രിക് എക്സസൈസിൽ തുടങ്ങി ഗ്രാജുവലി ഐസോട്ടോണിക് എക്സസൈസസ് കൊടുക്കുക. ഇതൊരു പവർഫുൾ ഏരിയ ഓഫ് ട്രീറ്റ്മെൻ്റ് ആണ്. ട്രിഗർ പോയിന്റ് ഒരുപാട് സിവിയർ പെയിൻ ഉണ്ടാക്കുകയും തെറാപ്പിസ്റ്റിന് അത് സിമ്പിൾ മെത്തേഡിലൂടെ മാറ്റിയെടുക്കാൻ കഴിയുകയും ചെയ്യും. സജഷൻസ് കമൻറ്റ് ചെയ്യുക. അതിലൂടെ മാത്രമേ എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയുള്ളൂ. ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.